മറ്റു വാർത്ത തിരുവനന്തപുരം കടകംപള്ളിയിൽ നിന്നാണ്. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ സിപിഎമ്മിന്റെ ഉപരോധമുണ്ട്. വില്ലേജിൽ രേഖകൾ അപൂർണമെന്നാണ് ആരോപണം. തണ്ടപ്പർ രജിസ്റ്റർ ഉൾപ്പെടെ ഓൺലൈനാക്കി മാറ്റുന്നില്ലെന്നും ആരോപണമുണ്ട്. വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് കയറ്റാതെ അറിഞ്ഞിരിക്കുകയാണ്. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. വിനോദ്, ഇന്നലെ എവിടെയാണ് ഈ പ്രശ്നമുണ്ടായത്? കാരണം അവിടെ ഇന്നലെ ജീവനക്കാർ ഹാജരായിരുന്നില്ല. BJP പ്രവർത്തകരുടെയൊക്കെ ഉപരോധമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ പറഞ്ഞതുപോലെ പല ആളുകൾക്കും അവരുടെ കാര്യങ്ങൾ നടക്കാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്താണ് ആ വില്ലേജ് ഓഫീസിൽ? രഞ്ജിത്ത്, കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷൻ, ഈ മിനി സിവിൽ സ്റ്റേഷനിലാണ് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ CPMന്റെ ഉപരോധം ഇവിടെ നടക്കുകയാണ്. വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അകത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിലാണ് CPM ഉള്ളത്. നേരത്തെ തന്നെ ആരോപണം CPM ഉന്നയിച്ചിരുന്നു. കാരണം ഇവിടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല, അതിനെല്ലാം പിന്നിലുള്ള കാര്യം അഴിമതിയാണ്. അഴിമതി ലക്ഷ്യം വെച്ച് ഇത്തരത്തിൽ ഓൺലൈനിൽ ആക്കി രേഖകൾ മാറ്റുകയോ അല്ലെങ്കിൽ കൃത്യമായി അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കുകയോ ചെയ്യുന്നില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ സമരം തുടരാനാണോ തീരുമാനം? ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിടേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? ഈ സമരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതികൾ, ഇന്ന് എൻ്റെ പേരിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് നാളെ അത് താങ്കളുടെ പേരിലാക്കുന്ന ഒരു സ്ഥിതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് സലിം രാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ഭൂമി തിരിമറി പ്രശ്നമുണ്ടായത്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നിരന്തരമായി കൈക്കൂലിയും അഴിമതിയും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാടുമില്ല എന്ന് മാത്രമല്ല, ഇവർ ഈ വരുന്ന ആളുകളുടെ അടുത്ത് വളരെ മോശമായിട്ടാണ്. ഇപ്പോൾ ഈ കരമടയ്ക്കുന്ന റെസീറ്റിൻ്റെ കാര്യത്തിൽ തന്നെ നിരവധി ആളുകൾ ദിവസവും വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവരൊരു തുണ്ടെഴുതി കൊടുക്കും. 10, 15, 20 ദിവസം കഴിഞ്ഞ് വരാൻ പറയും. പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേന്ന് വരാൻ പറയും. ഇങ്ങനെ നിരവധി ദിവസം നടത്തിയും മാസങ്ങളായാലും അത് നടത്തി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഏജന്റുമാരായിട്ടുള്ള ചില ആളുകൾ ഇവിടെ വന്നിട്ട് അവർ പൈസ കൊടുത്താൽ അവരുടെ അപ്പോൾ തന്നെ ശരിയായി കൊടുക്കും. ഓഫീസിൻ്റെ സമയം കഴിഞ്ഞു ഇവിടെ ഇരുന്ന് ഈ ഭൂമാഫിയകൾക്കും വസ്തു വിൽപ്പനക്കാർക്കുമൊക്കെ കൃത്യമായും പൈസ വാങ്ങിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത്. പിന്നെ നമ്മളിന്നലെ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അവർ ഇന്നലെ കൂട്ടമായി ലീവ് എടുത്തുകൊണ്ട് ഈ ആളുകളെ പരീക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതൊരു വെല്ലുവിളിയായിരുന്നു. ഈ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുക, അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. അതാണ് ഇന്നലെ നടത്തി. അതിന് കൂട്ടായി ചില രാഷ്ട്രീയ പാർട്ടികളും അതിന് അനുകൂലമായ ഒരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർ ചെയ്യുന്ന ശരിയെന്നുള്ളൊരു അർത്ഥത്തിലാണ്. ഇത് ഇവിടെ വരുന്ന ആളുകൾക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും നിവേദനം കളക്ടർക്കും തഹസിൽദാർക്കും മിനിസ്റ്റർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാതെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വന്നാലേ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അവസാനിപ്പിക്കുന്ന കാര്യം ആലോചിക്കും. തണ്ടപ്പേർ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇത് ഓൺലൈനാക്കി മാറ്റുന്നില്ല എന്നത് അടക്കമുള്ള കാര്യം മാറ്റുന്നില്ല. ഈ തണ്ടപ്പേർ രജിസ്റ്ററിൽ ഇവിടെ ഉള്ള സംഗതിയാണ്. അത് തന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പറയും താലൂക്കിൽ പോയാലേ പറ്റുള്ളൂ. താലൂക്കിൽ പോയിട്ട് മാസങ്ങളോളം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏർപ്പാടാണ്. അപ്പോൾ ഇത് അവസാനിപ്പിച്ചേ മതിയാവും. അതാണ് ഈ നിലയ്ക്കാണ് ഇപ്പോൾ ഇവിടെ സമരം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്ത് പോകുന്ന നിലയുണ്ടായിരുന്നു. കാരണം ഈ ഓഫീസിന്റെ പ്രവർത്തനം ശരിയല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടി നേരത്തെ തന്നെ CPM പ്രവർത്തകർ ഈ ഉദ്യോഗസ്ഥരോട് ഇതേക്കുറിച്ച് ആരാഞ്ഞിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ അവധിയെടുത്ത് പോയത്. കഴിഞ്ഞ ദിവസവും ഈ തരത്തിൽ CPMന്റെ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM പ്രവർത്തകർ ഓഫീസ് ഉപരോധിക്കുകയാണ്. മറ്റു ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് ജീവനക്കാരെ കടത്തിവിടുന്നുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസിലേക്കുള്ള ജീവനക്കാരെ കടത്തിവിടാനുള്ള ഉപരോധ സമരവുമായി CPM അവരുടെ പ്രതിഷേധം തുടരുകയാണ്. രഞ്ജിത്ത്, അതാണ് കടകംപള്ളി വില്ലേജ് ഓഫീസ് തുടർച്ചയായ 2ാം ദിവസവും അവിടെ സമരങ്ങൾ നടക്കുകയാണ്.